അങ്ങനെ നയന ദേവയാനിയുടെ അഭിപ്രായപ്രകാരം ഓഫീസിലേക്ക് പോകാൻ ആരംഭിക്കുകയാണ്. എന്നാൽ ഇതിന് നല്ല കണ്ണുകടിയുമായിട്ട് നിൽക്കുകയാണ് കേട്ടോ ജാനകിയും ജലജയും അനാമികയൊക്കെ ആയിട്ട്. അപ്പോൾ ജാനകി ഇങ്ങനെ മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷെ ജാനകിയുടെ മാറ്റം ഭയങ്കര ഒരു ഷോക്കായിരുന്നു എല്ലാവർക്കും. അങ്ങനെ നയന ഇങ്ങനെ രാവിലെ ഓട്ടോ ബുക്ക് ചെയ്യാണ് പോകാൻ വേണ്ടിയിട്ട്. ഓട്ടോ വിളിച്ചിട്ടെങ്ങും കിട്ടുന്നില്ല കേട്ടോ. നയന ആകെപ്പാടെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. നവ്യ തന്നെ ചോദിക്കുകയാണ്, നയന എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം ചേച്ചി ഓട്ടോ ഒന്നും കിട്ടുന്നില്ല, കുറേ നേരമായിട്ട് ഞാൻ വിളിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഓട്ടോ ഒന്നും കിട്ടിയില്ല, ഓഫീസിലേക്ക് പോകാൻ സമയം പോയെന്ന് പറയുമ്പോഴേക്കും ജാനകി പറയാണ്, ഞാൻ പറഞ്ഞില്ലേ നിന്റെ സ്ഥലം ദാ ഈ അടുക്കളയാ, അതാ നിനക്ക് പറ്റിയ സ്ഥലം. നീ എന്താ വലിയ മഹാറാണി വല്ലതും ആണോ വന്നുടനെ കെട്ടിയൊരുങ്ങി അങ്ങ് പോകാനായിട്ട്? മര്യാദയ്ക്ക് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ നോക്ക്, അല്ലാതെ ഓഫീസിൽ പോയി ഞെളിഞ്ഞിരിക്കാമെന്ന് നീ കരുതണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് നയനോടൊന്ന് കരയാണ്. നവ്യ പറയുന്നുണ്ട്, ദേ ആവശ്യമില്ലാതെ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. നയനയെ അവിടുത്തെ ഡിസൈനറായി നിയമിച്ചത് ദേവയാനിയ. വല്യമ്മയോട് നല്ല സംസാരിച്ചാൽ മതി, മേലെൻ്റെ അനിയത്തിനെ മെക്കിട്ട് കയറാൻ വരണ്ടെന്ന് പറയുമ്പോൾ ജാനകി പറയാണ്, നീ ആരാടി, നീ അവളുടെ ചേച്ചിയല്ലേ, അവളെക്കാളും അപ്പുറത്തെ ഫ്രോഡാ നീ, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്, അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് നയന പറയാണ്, ചേച്ചി ഒന്നും മിണ്ടാതെ നിൽക്ക്, വഴക്കുണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നീ ഇങ്ങനെ ഒന്നും മിണ്ടാതെ കരഞ്ഞു നിന്നിട്ടാ നയന എല്ലാവരും നിന്റെ മെക്കിട്ട് കയറാൻ വരുന്നത്? നല്ല രണ്ട് വർത്താനം അങ്ങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആരും നിന്റെ മെക്കിട്ട് കയറാൻ വരില്ല, അത് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. നയന പറയാണ്, അതൊക്കെ എൻ്റെ വിദ്യാ ചേച്ചി, നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവേന ഇടന്ന് വരുന്നുണ്ട്. എന്താ നയന, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അത് അമ്മേ, ഓട്ടോ ബുക്ക് ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് നയനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയാണ്, അതിൻ്റെ പേരിൽ ദാ ഈ മൂന്നും കൊണ്ടുണ്ടല്ലോ അവളെ കടിച്ചു കയറാൻ നിൽക്കുക, അവൾക്ക് പറ്റിയ സ്ഥലം അടുക്കളയാണെന്നും അവളൊക്കെ ഒരു ഗതി ഇല്ലാത്തവളാണെന്നൊക്കെ പറഞ്ഞിട്ട് നയനായിട്ട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നവ്യ ശരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ദേവേനെ പറയാണ്, ഓഹോ എൻ്റെ മരുമകളെ പറയാൻ നിനക്കെന്താടി അവകാശം? പലതവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നയനെ ആവശ്യമില്ലാതെ പോലും കുത്താൻ നിൽക്കണ്ടെന്ന്. ഇപ്പൊ മൂവരും ചേർന്ന് ഒരു ഗ്യാങ് ആയിട്ട് മൂവർ സംഘവും കൂടി നയനെ കുറ്റപ്പെടുത്താൻ നടക്കണ്ട. നയനയെ എൻ്റെ മരുമകളാ, അവളുടെ നിലയും വില നിശ്ചയിക്കേണ്ടതേ ഞാനാ, അല്ല നീയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ദേവയുടെ കയ്യിൽ നിന്ന് ആ കാറിന്റെ താക്കോലെടുത്ത് നയനയ്ക്ക് കൊടുക്കുകയാണ്. അനന്തപുരിയിലെ കാറിന്റെ താക്കോലാണ് കേട്ടോ. എന്നിട്ട് നയനോട് പറയാണ്, ദാ നയന, ഇത് കാറിന്റെ താക്കോല, ഡ്രൈവറിന്റെ വെളിയിൽ, അയാളെ കൂട്ടി നീ വേഗം ഓഫീസിലേക്ക് പോകാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും ജലജയും അനാമികയും ജാനകി അങ്ങ് ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നയന ഇങ്ങനെ അമ്മേ എന്ന് പറയുമ്പോഴേക്കും മേടിക്ക് നയന എന്ന് പറയാണ്. നവ്യം പറയാണ്, മേടിക്ക് നയന എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾക്ക് ആ കീ കൊടുക്കുന്നുണ്ട്. നീയേ ആരുടെ വേലക്കാരിയൊന്നുമില്ല, മോത്തീസ് ജ്വല്ലറിലെ ഓഫീസിൽ ജോലി ചെയ്യുന്നവളാ നീ, അതായത് ഈ അനന്തപുര തറവാടിന്റെ അടുത്ത അനന്തരാവകാശി മൂത്ത മരുമകളാ നീ. നിനക്ക് ഇവിടുത്തെ കാറിന് സൗകര്യം കിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കാ കൊടുക്കേണ്ടത്? നിന്റെ വില നിശ്ചയിക്കേണ്ടത് ഞാനും എൻ്റെ മകനും ഒക്കെയാ, അല്ലാതെ ഇവരൊന്നും അല്ല. നിനക്ക് ഈ വീട്ടിൽ സർവ്വ അധികാരങ്ങളും ഉണ്ട്, എന്ത് ചെയ്യാനും നീ എന്നോട് ചോദിച്ചാൽ മതി, അല്ലാതെ ഇവർ മുമ്പിൽ നിന്ന് തലകുനിക്കോ കരയേണ്ട കാര്യം നിനക്കില്ല, മനസ്സിലായല്ലോ എന്ന് പറയുമ്പോഴേക്കും ശരി അമ്മയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കണ്ണുനീര് തുടച്ചിട്ട് നയന ആ കാറിന്റെ താക്കോലുമായിട്ട് വെളിയിലേക്ക് പോവാണ്. ദേവയാനി വലിയ ഗാംഭീര്യത്തോടുകൂടി തന്നെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ നവ്യ നയനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് നയന, കൺഗ്രാറ്റുലേഷൻസ്, നല്ല അടിച്ചു പൊളിച്ച് പോയിട്ട് വാ, ഇപ്പൊ നിന്റെ അമ്മായിമ്മയെ ഫുൾ സപ്പോർട്ടാ, ഈ ഇതിക്ക് കട്ടയ്ക്ക് പോവാണെങ്കിൽ ഉണ്ടല്ലോ ഇനി നീ ആയിരിക്കും ഈ അനന്തപുരി ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും എനിക്ക് വേണ്ട ചേച്ചി, ഇപ്പൊ ഈ ജാനകി ചെറിയമ്മയൊക്കെ മാറിയത് കൊണ്ട് എനിക്ക് വലിയ സങ്കടമുണ്ട്, അത് മാത്രം മാറി കിട്ടിയാൽ മതി എന്ന് പറയുമ്പം അതൊക്കെ മാറും, നീ പോയി അടിപൊളിയായിട്ട് ജോലി ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കാറിലേക്ക് കയറ്റുന്നുണ്ട്. നയനക്ക് ടാറ്റയൊക്കെ കൊടുത്തു വിട്ട് നവ്യക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മൂവർ സംഘവും വന്ന് വാതിക്കൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ നവ്യ ആണെങ്കിലോ നല്ല സ്ലോ മോഷനിൽ അങ്ങോട്ട് നടന്നു പോയിട്ട് ചിലവരുടെ ഈ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ചിലർക്ക് നല്ലതായിട്ട് ഭവിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? അതാ ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. നിങ്ങൾ മൂവർ സംഘവും ചേർന്നിട്ട് കുത്തിത്തിരിപ്പും നയയുടെ മേലെ പ്രഷറും ഉണ്ടാക്കി നയനയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാ അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റിയതും ഇപ്പം ഈ ഒരു സൗകര്യം അവൾക്ക് കിട്ടിയത്. എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ, മൂന്നുപേരോട് വായി നോക്കി നിന്നോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് നവ്യ കയറി പോകുമ്പം ഡി നീ കളിയാക്കാൻ മാത്രം ആയോടി എന്ന് ചോദിക്കുകയാണ് ജലജ. പിന്നെ അല്ലാതെ എന്താ പറയാ, നിങ്ങളെ മൂന്നുപേരുള്ളത് കൊണ്ടാ ഇപ്പൊ നയനയ്ക്ക് ഈ ഒരു സൗകര്യമൊക്കെ കിട്ടിയത്, നീ ഇങ്ങനെ തന്നെ തുടരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് അവൾ വീണ്ടും അകത്തേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും അനാമിക ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ജലജ പറയാണ്, കണ്ടില്ലേ അവൾക്ക് ഓരോരോ സൗകര്യങ്ങളും കൂട്ടിക്കൂട്ടി കൊടുത്തോണ്ടിരിക്കുക ദേവയാനി, ഇനിയിപ്പോൾ നമ്മളെല്ലാവരും അവളുടെ കീഴേ കിടക്കേണ്ടി വരും, അവളുടെ ഭരണത്തിന് കീഴിൽ എല്ലാവരും നിൽക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ ജലജ ജാനകിയിലേക്ക് നന്നായിട്ട് വിഷം ഇഞ്ചക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ജാനകി പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും ജലജ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കണ്ടോ ഞാൻ ആരാണെന്ന് ഇനിയുള്ളവർ കാണാൻ പോകുന്നതേ ഉള്ളൂ. ദേവയാനി സഹിതം കാണാൻ പോകുന്നതേ ഉള്ളൂ. അവളുടെ മരുമകളാണോ എൻ്റെ മരുമകളാണോ ഈ വീടിന്റെ അടുത്ത് രാജ്ഞി ഞാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ജാനകി അവിടെ നിന്ന് പറയാണ്. അനാമിക മനസ്സിലോർക്കാണ്, ഇതെന്തായാലും എനിക്ക് പറ്റിയേക്കാം, അവർ തന്നെ രണ്ടെണ്ണോ ഈ അനന്തപുര തറവാട് എൻ്റെ കൈവശം ഞാൻ ആക്കും. അതിന് ഇവർ രണ്ടുപേരും മാത്രം മതി എൻ്റെ കൂടെ എന്നൊക്കെ മനസ്സിലാലോചിക്കുന്നുണ്ട്. ദേവയാനിയോടൊപ്പം ഇരിക്കുമ്പോഴേക്കും ഈ ഒരു കാഴ്ചകളൊക്കെ മുത്തശ്ശനും കാണുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ വന്നിട്ട് പറയാണ്, ജാനകി ഇങ്ങനെ മാറിപ്പോകുന്ന ഒരിക്കലും കരുതിയില്ല. അവൾക്ക് എന്താ സംഭവിച്ചേ? അവള് എത്ര ഡീസന്റ് ആയിരുന്നു, എത്ര പാവമായിരുന്നു. എല്ലാ കാര്യത്തിലും ജാനകി എന്ന് പറയുമ്പം എനിക്ക് വലിയ അഭിപ്രായമായിരുന്നു. പക്ഷെ മരുമകൾ വന്നതിന് ശേഷം എന്താ ഇങ്ങനെ തലതിരിഞ്ഞു പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദേവേനി പറയാണ്, നന്ദുവിന്റെ കാര്യത്തിലുണ്ടായ ആ വിഷയമാണ് അവളെ എത്രത്തോളം അങ്ങ് ബാധിച്ചിരിക്കുന്നത്. അതിന് ഏക ഇതായിട്ട് നിന്നത് ആ ജലജയ. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് ജാനകിയുടെ മനസ്സിലേക്ക് ഓരോ വിഷവും ഇഞ്ചക്ട് ചെയ്ത് വെച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കി ഇപ്പൊ നയനനെയൊക്കെ കണ്ണിന് കണ്ടുകൂടാത്ത അവസ്ഥയിലാക്കിയെടുത്തത് ആ ജലജയ എന്നൊക്കെ പറയാണ്. 12 കൊല്ലം പട്ടിയുടെ കാല് കുഴലിട്ടാലും മാറത്തില്ലെന്ന് പറഞ്ഞ അവസ്ഥയാ ജലജയുടെ. അതുകൊണ്ട് അത് നൂർക്കാൻ വേണ്ടി ഒന്നും നമ്മളിനി ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അവളങ്ങനെ തന്നെ ഇരിക്കട്ടെ, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? ഇത് മുത്തശ്ശനും പറയുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, എത്ര കൊല്ലം കൊണ്ട് നമ്മൾ നേരെയാക്കാൻ നോക്കുക ജലജേനെയും മോനെയും, എന്നിട്ട് ശരിയാവുന്നുണ്ടോ? പിന്നെ ഇനിയിപ്പം നമ്മൾ നോക്കിയാൽ അത് നടക്കാനൊന്നും പോകുന്നില്ല. പക്ഷേങ്കില് ജാനകിയും കൂടെ അതിന്റെ കൂടെ കൂട്ടി ഈ അവസ്ഥയിലേക്ക് ആക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. ജാനകി എന്ത് പാവമായിരുന്നു. എതിർത്തുന്ന ഒരാളുടെ പോലും വർത്താനം പോലും പറയാത്ത ഒരാളായിരുന്നു. ഇപ്പൊ എന്തൊക്കെയാ അവിടെ സംഭവിച്ചുകൊണ്ട് നിൽക്കുന്നത്? മുത്തശ്ശിയുടെ അടുത്ത് നിൽപ്പണെന്ന് പോലും നോക്കാതെ എന്തൊക്കെയാ അവള് വിളിച്ചു പറയുന്നേ? ഇത്ര നാളില്ലാത്ത ശൗര്യമൊക്കെ അവൾക്ക് എവിടുന്ന് വന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ആ പാവം നയനെ ഇത്രയും കാലം നീ ഒഴിവാക്കിയപ്പോ പോലും അവളെ ചേർത്ത് നിർത്തിയതും അവൾക്കുള്ള എല്ലാ സപ്പോർട്ട് കൊടുത്തതും അവളെ ആശ്വസിപ്പിച്ചതും എല്ലാം ആ ജാനകിയായിരുന്നു. നയനയ്ക്ക് ഫുൾ സപ്പോർട്ടായിട്ടും ഒരമ്മയുടെ സ്ഥാനം കൊണ്ട് നിന്നതെല്ലാം ജാനകിയായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ മാറിയതാ മനസ്സിലാവാത്തത്. ദേവേനി പറയാണ്, ഒരു മരുമോള് വരുമ്പം അതൊക്കെ മാറും അമ്മേ. ഇപ്പൊ ആ മരുമോളെ അവളെ തലേ കീഴ് വെച്ച് നടക്കുക. പക്ഷെ അനാമികയുടെ സ്വഭാവം നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല, അതിലപ്പുറമാ. അവളുടെ മനസ്സിലും നല്ല വിഷമുണ്ട്. ജലജയ്ക്ക് പറ്റിയ കമ്പനി അനാമിക. ഇത്ര ദിവസം കൊണ്ട് തന്നെ അതെനിക്ക് മനസ്സിലായി. അവളുടെ ഓരോ പ്രവൃത്തികളും നന്നായിട്ട് ആലോചിച്ച് നല്ല തീരുമാനമെടുത്ത് അവൾ ചെയ്യുന്നത്. അതിന് കൂട്ടായിട്ടാ അവൾ ആ ജാനകിയെ പിടിച്ചിരിക്കുന്നത്. അതിന്റെ പുറകിൽ നിന്ന് തള്ളാൻ വേണ്ടിയിട്ട് ജലജയുണ്ടല്ലോ, പിന്നെ പറഞ്ഞ കാര്യമൊന്നുമില്ല. എന്തായാലും ഞാൻ എല്ലാവരും ശ്രദ്ധിച്ചോളാം എന്ന് ദേവേനി പറയുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, വീട്ടിലൊരു അലമ്പും വഴക്കും ഉണ്ടാവാതെ, ആരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ട അവസ്ഥ ഉണ്ടാവാതെ വേണം എല്ലാ കാര്യങ്ങളും ഡീല് ചെയ്യാൻ. അമ്മ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എല്ലാം ഞാൻ കെയർ ചെയ്തോളാം എന്ന് ദേവേനിയും പറയുന്നുണ്ട്.